വായ തുറന്നാൽ മണ്ടത്തരങ്ങൾ മാത്രം പുറത്തു വരുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പണി ലോകരാജ്യങ്ങളിൽ പലതും കാത്തിരിക്കുകയാണ് ഒന്ന് കൊടുക്കാൻ. ട്രംപിനിട്ട് കനത്തൊരു പണി ചൈന കാത്തിരുന്നതാണ്. എങ്ങനെ ഇന്ത്യക്കാരെ ട്രംപിൻ്റെ ഈ കെണിയിൽ നിന്ന് രക്ഷിക്കാമെന്ന ആലോചനയിലായിരുന്നു ഇന്ത്യൻ സർക്കാർ. അതിനൊക്കെ പോംവഴി വരികയാണ്. അമേരിക്കയ്ക്ക് വേണ്ടെങ്കിൽ ഇന്ത്യൻ വിദഗ്ധരെ ചൈനയ്ക്കും വേണം, ബ്രിട്ടനും വേണം. അങ്ങനെ ഇനി യൂറോപ്പ് രാജ്യങ്ങൾക്കും വേണ്ടിവരും ഇന്ത്യൻ വിദഗ്ധരെ. അങ്ങനെ അമേരിക്കയിൽ ട്രംപ് നടത്തുന്ന മണ്ടൻ പ്രഖ്യാപനങ്ങൾ കാരണം കോളടിക്കാൻ പോകുന്നത് ഇപ്പോൾ ബ്രിട്ടനും ചൈനയുമാണ്. ട്രംപിൻ്റെ H-1B വിസ ഫീസ് വർധന എന്ന തദ്ദേശവൽക്കരണ നീക്കം ഇന്ത്യക്കാർക്ക് തെല്ലൊന്നുമല്ല ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ അമേരിക്കയിലൊരു മികച്ച കനത്ത ശമ്പളമുള്ള ജോലി എന്ന സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഇന്ത്യക്കാർക്കിതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളെ റാഞ്ചാൻ തയ്യാറായി ബ്രിട്ടനും ചൈനയും എത്തിക്കഴിഞ്ഞു. വിസ എന്നറിയപ്പെടുന്ന നോളജ് വിസയ്ക്കായി വിസ ചട്ടങ്ങൾ ലഘൂകരിക്കുമ്പോൾ രാജ്യത്തിനാവശ്യമായ വിദഗ്ധരെ കിട്ടുമെന്നാണ് ചൈനയും ബ്രിട്ടനും കരുതുന്നത്. മാത്രമല്ല അമേരിക്കയിൽ അവസരം നഷ്ടമാകുന്നവരടക്കമുള്ള വിദഗ്ധരെ ലഭിക്കുമ്പോൾ അത് തങ്ങളുടെ രാജ്യങ്ങളുടെ വളർച്ചയ്ക്കും പുരോഗതിക്കുമായി ഉപയോഗപ്പെടുത്താമെന്ന തന്ത്രവും ഇതിന് പിന്നിലുണ്ട്. സത്യമെന്നാൽ പ്രതിഭാശാലികളായ സാങ്കേതിക വിദഗ്ധർ ബ്രിട്ടനിലും ചൈനയിലും വളരെ കുറവാണ്. അത്തരക്കാരെ ആവശ്യത്തിന് ലഭിച്ചാൽ മാത്രമേ വമ്പൻ നിക്ഷേപങ്ങൾ എത്തുമ്പോൾ അത് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുകൊണ്ടാണ് വിസ ഫീസ് അടക്കം വെട്ടിക്കുറച്ച് ഇളവുകൾ പ്രഖ്യാപിക്കാൻ ചൈനയും ബ്രിട്ടനും ഒരുങ്ങുന്നത്. ട്രംപിൻ്റെ ദുഷ്ടനീക്കങ്ങൾ കാരണം ഒരുമിച്ച് ചൈനയും ഇന്ത്യയും തമ്മിൽ പരസ്പര സഹകരണത്തിൻ്റെ തുടർ നീക്കങ്ങളാകും ഇന്ത്യൻ തൊഴിൽ വിദഗ്ധരെ ആകർഷിക്കുക വഴി ചൈന ചെയ്യുക. പ്രധാനമായും ഇന്ത്യയിലെ സാങ്കേതിക വിദഗ്ധരിൽ തന്നെയാണ് ബ്രിട്ടൻ്റെയും നോട്ടം. മിടുക്കരും സാങ്കേതിക വിദഗ്ധരും മാത്രമാണ് ഗ്ലോബൽ ടാസ്ക് ടാലൻറ്റ് ഫോഴ്സ് വിസയ്ക്ക് അർഹരാകുന്നതിനാലാണ് ഇത്തരം കുറച്ച് വിദഗ്ധർക്ക് മാത്രം ഇപ്പോൾ ബ്രിട്ടൻ അവസരമൊരുക്കുന്നത്. ഭാവിയിൽ ഇതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ ബ്രിട്ടനും ഒരുങ്ങും. ഒപ്പം ചൈനയും കൂടുതലായി ഇന്ത്യൻ വിദഗ്ധരെ തങ്ങളുടെ വ്യവസായ മേഖലയിലേക്ക്, ടെക് മേഖലയിലൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഒരാഴ്ച മുമ്പ് ട്രംപ് ലണ്ടനിലെത്തിയപ്പോൾ മൈക്രോസോഫ്റ്റ് അടക്കമുള്ള വ്യവസായ വമ്പന്മാർ പ്രഖ്യാപിച്ചത് $200 ബില്യൺ അധികം നിക്ഷേപം, അതും ബ്രിട്ടനിൽ. അങ്ങനെ അവിടെ തുറക്കുന്നത് അവസരങ്ങളുടെ വലിയ സാധ്യതയാണ്. കൂടാതെ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള വ്യാപാര കരാർ അടുത്ത 3 വർഷത്തിനുള്ളിൽ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇരു രാജ്യങ്ങൾക്കിടയിൽ തുറന്നിടുമെന്നതിൽ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നും എത്ര മിടുക്കന്മാരെത്തിയാലും കൈവിടില്ലെന്ന സൂചനയാണ് ഇപ്പോൾ UK നൽകുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വിസ ഇളവുകൾ സംബന്ധിച്ച സർക്കാർ തലത്തിൽ ലഭിക്കുന്ന സൂചനകൾ വളരെ വ്യക്തമാണ്. ഇത്തരക്കാർ എത്തുന്നത് വിദഗ്ധരായതുകൊണ്ട് തന്നെ എണ്ണത്തിൽ കുറവാകും. അതുകൊണ്ട് തന്നെ വിസ ഇളവുകൾ നൽകിയാലും രാജ്യത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നാണ് ഇപ്പോൾ ലേബർ സർക്കാർ പറയുന്നത്. ഗ്ലോബൽ ടാലൻറ്റ് ടാസ്ക് ഫോഴ്സ് എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിലൂടെ ആവശ്യത്തിന് വിദഗ്ധർ ലഭിക്കുമെന്നാണ് ബ്രിട്ടനും ചൈനയും ഒക്കെ കരുതുന്നത്. അമേരിക്കൻ വിസ ഫീസ് 74,000 പൗണ്ടിന് മുകളിൽ നിൽക്കുകയാണ്. ഇന്ത്യൻ രൂപ 82 ലക്ഷം രൂപ വരും. കേരളം 1000 പൗണ്ടിന് താഴെ നിൽക്കുന്ന UK ഫീസ് താരതമ്യം ചെയ്യാൻ പോലും സാധിക്കാത്ത വിധം കുറവാണെന്നതിനാൽ വലിയ വ്യത്യാസമുണ്ട് അമേരിക്കൻ വിസ ഫീസും UK വിസ ഫീസും തമ്മിൽ. 5 വർഷം മുമ്പ് ബ്രിട്ടൻ പ്രഖ്യാപിച്ച ഗ്ലോബൽ ടാലൻറ്റ് ടാസ്ക് ഫോഴ്സിലേക്ക് അപേക്ഷിക്കാൻ 766 പൗണ്ടാണ് ഇപ്പോൾ ഈടാക്കുന്നത്. ഇവർക്കൊപ്പം ജീവിത പങ്കാളിക്കും കുട്ടികൾക്കും UKയിലെത്താൻ പ്രത്യേകമായി അപേക്ഷിക്കേണ്ടി വരും. കൂടാതെ ചികിത്സ ആവശ്യത്തിനായി NHS സർചാർജായി 1035 പൗണ്ട് വേറെയും കൊടുക്കണം. എന്നാൽ ഇതിലൊക്കെ ഇനി ഇളവുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. വരും ദിവസങ്ങളിൽ തീരുമാനമുണ്ടാകും. അതേസമയം ഈ ഫീസ് മുഴുവൻ ഇളവ് നൽകാൻ ബ്രിട്ടൻ തയ്യാറെടുക്കുമെന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ വിദഗ്ധരും കുടുംബവും കോളടിച്ചു. അതിവേഗ നടപടികൾ വഴി വിസ പ്രോസസ്സിംഗ് ഏറ്റവും വേഗത്തിലാക്കാനുള്ള ശ്രമമാണ് ബ്രിട്ടൻ ഇപ്പോൾ നടത്തുന്നത്. UKയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് അതിനുള്ള അവസരമൊരുക്കുന്നത് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിന്റെ ടീം തന്നെയാണ്. ഒപ്പം ഹോം ഓഫീസ്, ട്രഷറി സംവിധാനം എന്നിവയ്ക്ക് ഉൾപ്പെടുത്തിയാണ് ഗ്ലോബൽ ടാലൻറ്റ് ടാസ്ക് ഫോഴ്സ് തേടിയുള്ള ബ്രിട്ടന്റെ നീക്കങ്ങൾ. സീനിയർ പദവികളിൽ അമേരിക്കക്കാർ അല്ലാത്തവരെ നിയമിക്കുമ്പോൾ $1 ലക്ഷം വിസ ഫീസ് ചുമത്തിയതിലൂടെ വമ്പൻ കമ്പനികൾക്കും യൂണിവേഴ്സിറ്റികൾക്കും ട്രംപ് ഇട്ട കുരുക്ക് അവർക്ക് അഴിച്ചെടുക്കാനാകുമെന്നാണ് വിലയിരുത്തുന്നത്. ശാസ്ത്ര സാങ്കേതിക വ്യാപാര രംഗങ്ങളിലെ പ്രതിഭകളെ ബ്രിട്ടനിലേക്ക് ആകർഷിക്കാൻ സയൻസ് ആൻഡ് ബിസിനസ് ടാലൻറ്റ് വിസകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും അതിൻ്റെ ഫീസ് പൂർണ്ണമായും എടുത്തുകളയാനുമാണ് കെയർ സ്റ്റാർമർ ആലോചിക്കുന്നത്. മുതിർന്ന ശാസ്ത്രജ്ഞർക്കും വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്കും ഡിജിറ്റൽ വിദഗ്ധർക്കും ബ്രിട്ടനിലേക്ക് കടന്നു വരാനുള്ള വിസ ഫീസ് കുറയ്ക്കുന്ന കാര്യമാണ് പ്രധാനമന്ത്രി ഓഫീസും ധനകാര്യ മന്ത്രാലയവും അടുത്ത ഘട്ടത്തിൽ ഗൗരവമായി ചിന്തിക്കുന്നത്. ഇത്തരക്കാർക്ക് ബ്രിട്ടൻ്റെ സാമ്പത്തിക വികസനത്തിൽ ഗണ്യമായ പങ്ക് വഹിക്കാനാകുമെന്നാണ്
ശാസ്ത്ര സാങ്കേതിക വ്യാപാരങ്ങളിലെ പ്രതിഭകളെ ബ്രിട്ടനിലേക്ക് കൊണ്ടുവരാനുള്ള പ്രധാന ലക്ഷ്യം. ലോകത്തെ ഏറ്റവും മികച്ച 5 സർവകലാശാലകൾ പഠിക്കുകയും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തവരെയാണ് ആദ്യഘട്ടത്തിൽ പരിഗണിക്കുകയെന്ന് സൂചനയുണ്ട്. അത്തരക്കാർക്കുള്ള വിസ ഫീസ് പൂർണ്ണമായും ബ്രിട്ടൻ എടുത്തുകളയും. എന്നാൽ ട്രംപിൻ്റെ നീക്കം ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള സാങ്കേതിക വിദ്യരെ അമിതമായി ആശ്രയിക്കുന്ന അമേരിക്കൻ സാങ്കേതിക രംഗത്തെ തകർക്കുമെന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ട്രംപ് വിസ ഫീസ് വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടൻ അതിനിപുണർക്ക് വിസ ഫീസിൽ ഇളവ് നൽകുന്ന കാര്യം ആലോചിച്ചിരുന്നു, ഉടൻ പ്രഖ്യാപിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ട്രംപിൻ്റെ കുത്തനെയുള്ള H-1B വിസ ഫീസ് വർധന അതെന്തായാലും US-ലെ വൻകിട IT കമ്പനികളെ തെല്ലൊന്നുമല്ല പിടിച്ചുലയ്ക്കുകയെന്ന് വ്യക്തമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് മികച്ച ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരെ ബ്രിട്ടനിലേക്ക് ആകർഷിക്കാനും മികച്ച IT സാങ്കേതിക വിദഗ്ധരെ ചൈനയിലേക്ക് കൊണ്ടുവരാനും ഇന്ത്യയിൽ നിന്നും ഇരു രാജ്യങ്ങളും റിക്രൂട്ട്മെൻറ്റ് നടപടികളടക്കം ആരംഭിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച